വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ഏറ്റപ്പോൾ തന്നെ ഭയങ്കര ഒരു കൊതി ഗോതമ്പട ഉണ്ടാക്കി തിന്നാൻ. ഇന്ന് രാവിലെ ഏറ്റപ്പോൾ തോന്നിയതല്ല, ഞാൻ ഇന്നലെ മുതൽ എനിക്ക് ഇങ്ങനെ ഒരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു ഗോതമ്പട ഉണ്ടാക്കി തിന്നാന്ന് വെച്ച് ഇന്നലെ രാത്രി തന്നെ അതെല്ലാം ചെയ്ത് വെച്ചു. ഗോതമ്പിക്കകത്ത് നല്ല തേങ്ങയും തേങ്ങാക്കൊത്തും പഞ്ചസാരയും ഒക്കെ ഇട്ട് നല്ല മുരിഞ്ഞ അതാണ് ടേസ്റ്റ്. പക്ഷേ തേങ്ങ അത്ര ഇല്ലല്ലോ, ഫ്രോസൺ തേങ്ങ ആയതുകൊണ്ട് കുറേ ഇട്ട് കളയാനും പറ്റുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ടോളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നത്, അത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരുന്നിട്ട് തണുത്തതുകൊണ്ടാണ് തോന്നുന്നു കൈക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുമല്ല. അപ്പോൾ ഞാൻ ഇച്ചിരി ഇതാക്കിയിട്ട് അങ്ങനെ ചൂടാന്ന് വിചാരിച്ചു. കോളിൻകൊട്ടിന് ഇഷ്ടമാട്ടോ ഗോതമ്പട. പക്ഷേ കോളിൻകൊണ്ട് തേങ്ങാക്കൊത്തിടുന്ന അത്ര ഇഷ്ടമില്ല. സാധാരണ അവന് കുഴപ്പമില്ല, അവൻ കഴിച്ചോളും. അങ്ങനെ ചേട്ടായിക്ക് ഉച്ചക്കത്തേനുള്ള ചോറും കറികളൊക്കെ എടുത്തു വെച്ച് ഞാൻ ഓവൻ്റെ അകത്ത് ചൂടാക്കാൻ വെക്കുവാണ്. ഓവൻ മേടിച്ചിട്ട് വളരെ ഉപകാരമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചോറും കറിയൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ അപ്പം തന്നെ എടുത്ത് വെച്ചാൽ മതിയല്ലോ. കാരണം നമ്മൾ അധികം പാത്രങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഇവിടെ തന്നെ നമ്മൾ അധിക ദിവസം ഇവിടെ തന്നെ ഫുള്ളായിട്ട് നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാട്ടോ അധികം പാത്രമൊന്നും വാങ്ങാത്തത്. അതിൻ്റെ ഇടയ്ക്ക് കോളിൻകൂട്ടിനായിട്ട് കുറച്ച് നേരം കളി, എന്നും കുറച്ച് നേരമൊക്കെ കോളിൻകൂട്ടിൻ്റെ കൂടെ കളിക്കും. പിന്നെ അത് വായിൽ വെച്ചൊരു ടേസ്റ്റ് എടുത്ത് നോക്കി ഫുള്ള് ചീത്തയായി. കോളിൻകൂട്ടിന് എപ്പോഴും ഫ്രിഡ്ജ് വന്ന് തപ്പണം. എന്നിട്ട് ആ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ അതവനെ കൂട്ടുകയും കുറയ്ക്കുകയും എപ്പോഴും ചെയ്യും. എന്നിട്ട് അത് ഫുള്ളും ചീത്തയായിപ്പോയി. അതൊക്കെ ഇടുന്ന് കളിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഉഴുന്നുവട ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി ഉഴുന്ന് ഇച്ചിട്ട് എടുത്ത് വെള്ളത്തിലിട്ടതാണ്. അതിനുശേഷം കോളിൻകൂടിന് ഇതാ പിന്നെയും കളിച്ചുകൊണ്ട് വരുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പുള്ളി ഓടി. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു, പണിയെല്ലാം കഴിഞ്ഞ് അടിച്ചൊക്കെ വാരി ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പം സാധാരണ ഉഴുന്നിൻ്റെ അകത്ത് അരിപ്പൊടി ഇടണമെന്നാണ് പറഞ്ഞത്. അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് റവ എടുത്തിട്ടത്. ശരിയാവുമൊന്നും അറിയത്തില്ല, ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊക്കെ പണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. ഇങ്ങനെ പലഹാരങ്ങളൊന്നും അങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല. എനിക്കിങ്ങനെ എല്ലാം പരീക്ഷണം ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അത് റെഡിയാവുമെന്നൊന്നും അറിയില്ല. എന്നാലും ചെയ്യാറുണ്ട്. കുറച്ച് വെള്ളം കൂടിപ്പോയി, അതാട്ടോ ഞാൻ ചിരിക്കുന്നത്. ഞാൻ എന്തുണ്ടാക്കിയാലും ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്ത് ചിരി വന്നു പോയതാണ്. ഉഴുന്നുവടയുടെ ഒരു ഷേപ്പിനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താവോ എന്തോന്ന് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ചായയും കൂടെ വെച്ച് നല്ല ചൂടും ചായയും കൂടെ കുടിക്കുമ്പോൾ അടിപൊളിയല്ലേ, നല്ല വൈബാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വിചാരിച്ച് അങ്ങനെ ചായയും കൂടെ ഉണ്ടാക്കി കഴിച്ചതാണ്. ഉഴുന്നുവടേൻ്റെ വലിയ ഷേപ്പിലൊന്നും വന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാൻ, എന്തായാലും ഉണ്ടാക്കി പോയില്ലേ. ഇനി പരീക്ഷണം നടത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്നു എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇത് കളയണ്ടല്ലോ. ആകെ 3 ഉണ്ടാക്കിയുള്ളൂ. അഥവാ ചീത്തയാവുകയാണെങ്കിൽ കളയാൽ, അധികം എണ്ണയും എടുത്തില്ല. വെറുതെ ഉണ്ടാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. നല്ല പതപ്പിച്ച നല്ല പഞ്ചസാര ഇട്ട ചായയും അത് അടിപൊളിയാണ്. പക്ഷേ ഉഴുന്നുവട കഴിച്ചിട്ട് കോളിൻകൂട്ടിനൊക്കെ നല്ലതാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ, സൂപ്പറാന്ന് പറഞ്ഞു. ഞാനും കഴിച്ചിട്ട് ഉഴുന്നുവടയുടെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതാ ഞങ്ങളുടെ ചെടി. അത് ഞാൻ നട്ടതൊന്നുമല്ല, പണ്ടുണ്ടായിരുന്നവർ നട്ടതാണ്. പക്ഷെ വെള്ളമൊക്കെ ഒഴിക്കുന്നത് ഞാൻ കേട്ടോ. നല്ല രസമില്ലേ, നല്ല രസമുണ്ട്. ആ പൂ കാണാൻ ഫോണിൽ കാണുന്ന പോലെയല്ല, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കുറേ ചെടിയുണ്ട് കേട്ടോ. ഇതാ ഇപ്പം ഈ കാണുന്നത്, ഈ പുല്ലിൻ്റെ അകത്ത് കാണുന്നത് ഇതൊരു കുഞ്ഞു ചെടി പോലെ ഇങ്ങനെ ഉണ്ടായിട്ടേ നിറച്ചും വരും, നല്ല രസം. പക്ഷെ അത് നിറച്ചും പുഴുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇനി ഇത് പുഴുകൊള്ളും തിന്ന് തീർക്കുമോ എന്നറിയില്ല.